അണ്ഡബീജ സംഗമത്തെ ശാസ്ത്രലോകം ഒരു ഇതിഹാസ നീന്തൽ മത്സരം എന്ന് വിശേഷിപ്പിക്കാറുണ്ട്. കാര്യമെന്താണ് എന്നറിയുമോ? ലക്ഷക്കണക്കിന് പുരുഷബീജം ഒരു അണ്ഡത്തെ പ്രാപിക്കാൻ വേണ്ടി അതിശക്തമായ നീന്തൽ മത്സരം കാഴ്ചവെക്കും. എന്നിട്ടോ അതിൽ ഒരേ ഒന്ന് ആ പുരുഷബീജമാണ് ജയിക്കുന്നത്. നീന്തൽ മത്സരത്തിൽ ഫസ്റ്റ് വാങ്ങി ട്രോഫി വാങ്ങി ആ പുരുഷബീജം അണ്ഡവാഹിനി കുഴലിലൂടെ പ്രവേശിച്ച് ഉണ്ടായതാണ് നാം ഓരോരുത്തരും. ഇത്രയും വലിയ മത്സരം കാഴ്ചവെച്ച് പിറന്ന ഓരോ മനുഷ്യനും എന്തിനാണ് പിന്നെ ഭയപ്പെടുന്നത്? പൊരുതണം ജീവിതത്തോട്. ആ ഒരു എനർജി ചാർജിങ് ചെയ്താൽ മാത്രം മതി. കാരണം ചാർജ് വഹിക്കാനുള്ള ശക്തമായ ബാറ്ററി നമ്മുടെ ഉള്ളിലുണ്ട്. ജീവിതത്തിൽ എത്ര തോറ്റുപോയാലും ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും നമ്മൾ ഇതാണ് മറുപടി പറയേണ്ടത്. നമ്മൾ ജയിച്ചു വന്നത് ഇതിഹാസ നീന്തൽ മത്സരത്തിലാണ്. ട്രോഫിയും വാങ്ങിയിട്ടുണ്ട്. അതിന് തെളിവാണ് ഈ നിൽക്കുന്ന നമ്മൾ. രസകരമാണ് കാര്യങ്ങൾ. പല മൃഗങ്ങളിലും സയന്റിസ്റ്റുകൾ ഈ പരീക്ഷണം ആവർത്തിച്ച് നടത്തിയിട്ടുണ്ട്. അതിൽ നിന്നും മനസ്സിലായത് അണ്ഡത്തിൽ പല മൃഗങ്ങളുടെയും ലക്ഷക്കണക്കിന് ബീജങ്ങളിൽ പലതും ഈ നീന്തൽ മത്സരത്തിൽ ജയിച്ചു കയറും. ഭിത്തിയിൽ പറ്റിപ്പിടിച്ചിരിക്കുന്ന ആ ബീജത്തിൽ ഒന്ന് മാത്രമേ അണ്ഡവാഹിനി കുഴലിലൂടെ പ്രവേശിക്കൂ. അവിടെ ഏതാണ്ട് നമ്മുടെ ഇന്റർവ്യൂവിന് കാത്തു നിൽക്കുന്ന സമാനമായ അവസ്ഥയാണ് എന്ന് സയന്റിസ്റ്റുകൾ പറയുന്നു. അതിശക്തമായ ജനിതക ഘടനയുള്ള ഒരു ബീജത്തെ പ്രവേശിപ്പിക്കുക വഴി ഏറ്റവും ശക്തനായ മൃഗത്തെയാണ് ഉൽപ്പാദിപ്പിക്കുന്നത്. ഈ ഒരു സമാന പ്രക്രിയ തന്നെയാണ് മനുഷ്യന്റെ കാര്യത്തിലും സംഭവിക്കുന്നത്. പക്ഷെ മൃഗങ്ങളുടെ കാര്യത്തിൽ കുറച്ചുകൂടെ അത് ശക്തമാകേണ്ടതുണ്ടല്ലോ. കാരണം മനുഷ്യന് പലതും വന്നാൽ ഹോസ്പിറ്റലുകളുണ്ട്, അവനെ ലാളിക്കാനും താലോലിക്കാനും ഒക്കെ ആളുകളുണ്ട്. പക്ഷെ സിംഹങ്ങളുടെയും കടുവകളുടെയും ഒക്കെ ശക്തി ക്ഷയിച്ചു പോയാൽ പ്രകൃതിയിലെ അവസ്ഥ എന്താകും? അതുകൊണ്ട് തന്നെ അതിശക്തമാണ് അവയുടെ ഇണചേരൽ പ്രക്രിയ. നമുക്ക് ഈ വീഡിയോയിൽ അതിനെപ്പറ്റി ഒന്ന് നോക്കിയാലോ? ആൺസിംഹം പൊതുവിൽ ബഹുഭാര്യത്വം ഉള്ള ജീവികളാണ്. ആൺസിംഹങ്ങളുടെ ശരാശരി ആയുസ് 8 മുതൽ 10 വർഷം വരെയാണ് കണക്കാക്കിയിരിക്കുന്നത്. പക്ഷേ പെൺസിംഹങ്ങൾ 15 വർഷം വരെയൊക്കെ ജീവിക്കും. ഒരു സിംഹപ്രൈഡിനുള്ളിൽ ആൺസിംഹങ്ങൾ മാറി മാറി വരാമല്ലോ. അതിന് പ്രകാരം ഓരോ പെൺസിംഹത്തിനും 3 ഇണകൾ വരെ ആകും. ചിലപ്പോൾ 2ലും പരിമിതപ്പെടാം. സിംഹങ്ങളുടെ ഇണചേരൽ ഷെഡ്യൂളിന് ഒരു പ്രത്യേക കാലാവധിയില്ല. ഭക്ഷണ ലഭ്യതയും സ്ത്രീ ഹോർമോൺ ചക്രവുമാണ് ഇതിനെ സ്വാധീനിക്കുന്ന പ്രധാന 2 ഘടകങ്ങൾ. സ്ത്രീ ഈസ്ട്രസിലേക്ക് വരണം. ഒരു പ്രൈഡിനുള്ളിലേക്ക് ഒരു സിംഹം ജയിച്ചു കയറിയാൽ ആ സമയത്ത് സ്ത്രീ ഈസ്ട്രസിൽ അല്ലാത്തത് കൊണ്ടാണ് പലപ്പോഴും പുതിയ ആൺസിംഹങ്ങൾ പഴയ കുഞ്ഞുങ്ങളെ കൊല്ലുന്നത്. കുഞ്ഞുങ്ങളുണ്ടെങ്കിൽ പലപ്പോഴും പെൺസിംഹങ്ങൾ മെച്ചപ്പെട്ട ശേഷി കുഞ്ഞുങ്ങൾക്ക് കൈവരുന്നത് വരെ അവരുടെ ഈസ്ട്രസ് ചക്രം അമർത്തിവെക്കും. ഇതാണ് പലപ്പോഴും ആൺസിംഹങ്ങൾക്ക് പിടിക്കാത്തത്. സിംഹങ്ങളുടെ എത്തിക്സും മനുഷ്യന്റെ എത്തിക്സും തമ്മിൽ വ്യത്യാസമുള്ളതിനാൽ പെണ്ണുങ്ങളെ ഈസ്ട്രസിലേക്ക് കിട്ടാൻ വേണ്ടി ആൺസിംഹങ്ങൾ കുഞ്ഞുങ്ങളെ കൊല്ലുന്നു. അങ്ങനെ ഈസ്ട്രസിൽ എത്തിയ ഒരു പെൺസിംഹത്തിന് ആൺസിംഹത്തെ ഇഷ്ടപ്പെട്ടാൽ പെൺസിംഹം ആൺസിംഹത്തിന്റെ തല മുഖം കൊണ്ട് തൊടും. ഇതിനെ സയന്റിസ്റ്റുകൾ ഹെഡ് റബ്ബിംഗ് എന്നാണ് വിളിക്കുന്നത്. അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ പിന്നെ മീറ്റിംഗ് ആരംഭിക്കലായി. സിംഹങ്ങൾക്ക് 2 വയസ്സിലാണ് ലൈംഗിക പക്വത കൈവരുന്നത്. 5 വയസ്സാകുമ്പോഴേക്കും അത് സ്ട്രോങ് ആകും. 3-4 വയസ്സാകുമ്പോൾ ആരോഗ്യമുള്ള പക്വത എന്ന് സയന്റിസ്റ്റുകൾ വിലയിരുത്തുന്നു. പ്രൈഡിനുള്ളിലെ പ്രധാന വേട്ടക്കാർ പെൺസിംഹങ്ങളായതിനാൽ ഇണചേരലിന്റെ ദൈർഘ്യം വളരെ കുറവാക്കും ആൺസിംഹങ്ങൾ. പക്ഷെ നമ്പർ ഓഫ് ടൈംസ് കൂടുതലായിരിക്കും. അങ്ങനെ 3-4 ദിവസം കൊണ്ട് 300 മുതൽ 400 വരെ കോപ്പുലേഷനുകൾ അവർ നടത്തും എന്നാണ് നിരീക്ഷകർ പറയുന്നത്. ഇതിനിടയ്ക്ക് വേട്ടയാടലും വിശ്രമവുമൊക്കെ കറക്റ്റായി നടക്കും. സിംഹ പ്രൈഡിനകത്ത് ജനിതക വൈവിധ്യം വേണ്ടതിനാലും ശക്തരായ മക്കൾ ജനിക്കേണ്ടതിനാലും പെൺസിംഹങ്ങൾ അവരുടെ ജീവിത കാലയളവിൽ പല സിംഹങ്ങളുമായും ഇണചേരും. എന്നാൽ ഒരു സമയത്ത് ഒരു ആൺസിംഹവുമായി മാത്രമേ അവർ ഇണചേരുകയുള്ളൂ. ആഫ്രിക്കൻ സിംഹങ്ങളുടെ കാര്യമാണ് ഈ പറഞ്ഞു വരുന്നത്. ഏഷ്യൻ സിംഹങ്ങളിൽ ഇതിൽ നിന്നും വിഭിന്നമായ ഒരു സ്വഭാവം ഉണ്ട് എന്ന് നിരീക്ഷകർ പറയുന്നു. അതിനെക്കുറിച്ച് മറ്റൊരു വീഡിയോയിൽ പറയാം. എല്ലാ ഇണചേരലിലും സിംഹിണികൾ ഗർഭം ധരിക്കും. ഗർഭം ധരിച്ച് ഗർഭകാലയളവിലും സിംഹിണികൾ വേട്ടയാടും. പ്രൈഡിൽ കൂടെ ഉണ്ടാകും. പ്രസവം അടുത്തെത്താനാകുമ്പോൾ ഒരു സേഫ്റ്റി സ്ഥലത്തേക്ക് സിംഹിണികൾ പോകും. എന്നിട്ട് അവിടെ ആരും കാണാതെ പ്രസവിക്കും. ദിവസങ്ങൾ കഴിഞ്ഞാണ് സിംഹക്കുഞ്ഞുങ്ങളെ പ്രൈഡിലേക്ക് കൊണ്ടുവരുന്നത്. നമ്മൾ മനുഷ്യർ നഴ്സറിയിൽ ചേർത്തുന്നത് പോലെ തന്നെ. സിംഹങ്ങളുടെ ഇണചേരലിനെ കുറിച്ചുള്ള വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അടുത്ത വീഡിയോയിൽ കാണുന്നത് വരേക്കും നമസ്കാരം.